ചുറ്റുമുള്ളവരെല്ലാം ചേഞ്ച് ആവും ഗൈസ്. അപ്പോൾ ഓൺ ആൻ എവർ ഗോയിങ് ജേണി ഞാൻ പല കാര്യങ്ങളെയും നോക്കിക്കണ്ടിരുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാനെടുത്ത ഡിസിഷൻസ് അത് ശരിയല്ലായിരുന്നു. സോ ഇനി പഴയതുപോലത്തെ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് കാണില്ല. ഞാൻ കാർത്തിക് സൂര്യയുടെ ഒരു കട്ട ഫാൻ ആയിരുന്നു. ആയിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ ഈ ആ ഒരു കോൺട്രവേഴ്സി ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കാർത്തിക് സൂര്യയുടെ വീഡിയോനകത്ത് ആ ഒരു സോൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയവരെ എനിക്കൊരു ഫീൽ ഉണ്ടായി. അപ്പൊ ആ ഒരു സംഭവം എന്താണ് പിന്നെ ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രശ്നം, ഇതൊന്നും ഈ കാർത്തിക് സൂര്യ ആണെങ്കിലും ഇവരൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, അതായത് പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല എന്താണ് ഇവർ തമ്മിലുള്ള വിഷയം എന്നൊക്കെ. അപ്പൊ ഈ പെട്ടെന്ന് എന്റെ കുറച്ച് നാളായിട്ട് എനിക്ക് കാർത്തിക് സൂര്യയുടെ വീഡിയോ ഒന്നും എൻ്റെ ഫീൽഡിനകത്തേക്ക് വന്നിട്ടുണ്ടായില്ല. കാര്യം ഞാൻ കാണാറുണ്ടായില്ല, എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഫുള്ള് പോയായിരുന്നു. പെട്ടെന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു വീഡിയോ എൻ്റെ ഇങ്ങനെ മുന്നിലേക്കാണ് ഫീൽഡിനകത്തേക്ക് വന്നത്. അപ്പോൾ ആ വീഡിയോ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമ്മിലിനകത്ത് കൊടുത്തേച്ചത്. അപ്പം തന്നെ ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു റിയലൈസേഷൻ പോലെയൊക്കെ തോന്നി. പുള്ളിക്കാരൻ്റെ വീഡിയോനകത്ത് ഇമോഷണലായിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി ടച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ എന്തായാലും മെയിൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കണ്ടുപോകും. ചോദ്യം: മോട്ടിവേഷൻ 100%, സെൽഫ് ഇംപ്ലിമെന്റേഷൻ 0%. ശ്യാംകുമാർ 6351. ഹലോ ശ്യാംകുമാർ 6351 ബ്രോ. നമ്മുടെയൊക്കെ ലൈഫ് ഉണ്ടല്ലോ, ഒരിക്കലും ഒരേ പേസിലായിരിക്കില്ല പോകുന്നത്. നമ്മൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ നമ്മുടെ പീക്കിൽ നിൽക്കുകയായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർഡിനറിയിൽ നിന്നും എബോവ് ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും. അത് കാണുമ്പോൾ ആൾക്കാർക്ക് അതുപോലെ ചെയ്യാൻ തോന്നുമായിരിക്കും. ബട്ട് നമ്മൾ അറ്റ് എ ഓൾ ടൈം ലോയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതേപോലെ പെരുമാറാൻ പറ്റില്ല. ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് 7 വർഷത്തെ ലൈഫ് കംപ്ലീറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ എൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ വന്നിട്ട് എൻ്റെ പീക്ക് പോയിന്റ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മനഃപൂർവ്വം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ എന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് മൈൻഡിലാണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മുടെ ആരുടെ മൈൻഡ് ഒരിക്കലും ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്തിൽ പോകത്തില്ല. നമുക്ക് എല്ലാവർക്കും അപ്സ് കാണും, നമുക്ക് എല്ലാവർക്കും ഡൗൺസ് കാണും. നമ്മളുടെ ഡൗൺസ് വരുമ്പോൾ കുത്തുവാക്കുകളുമായിട്ട് വരുന്നവർ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പുള്ളി ആ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് പല സ്റ്റേജ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ വന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ അടിച്ച് ഞാൻ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ ഇപ്പൊ വന്ന് പറയുമെങ്കിലും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ, ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസവും കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അതായിരിക്കില്ല എൻ്റെ മൂഡ്. എൻ്റെ മൂഡ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഇരിക്കുന്ന ഒരാളെ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ ആ മുടിഞ്ഞ് ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയെങ്കിൽ അപ്പം ഇരിക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് നീ അന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം അന്ന് പറഞ്ഞ ഞാനല്ല ഇന്നുള്ള ഞാൻ. അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിനകത്ത് കിടക്കുക, അതായത് ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇഷ്യൂവിനെ പറ്റി കാർത്തിക് സൂര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് നേരെ പോകാം. ഇന്ന് വരെ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഫ്രണ്ട്സും ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, എന്തേ വീഡിയോ ഇടാത്തത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യണം, എന്നിട്ട് എല്ലാവരും ഒന്നിക്കണം. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. ആ പാട്ടാണ് ഗൈസ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ശരിയാണ്, ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ ഫ്രീക്വൻറ്റ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ പഴയ പോലെ ഉള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിൽ ഒരു 90% ആൾക്കാരും എന്താ പ്രശ്നം, നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായത്, വാട്ട് ഹാപ്പൻഡ്, നിങ്ങൾ കാരണം പറയണം, ഞങ്ങൾ കാരണം കേൾക്കാൻ ഞങ്ങൾക്ക് ഇതുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഗൈസ്, ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്യില്ലായിരുന്നു. ഐ മീൻ പേഴ്സണൽ കാര്യങ്ങൾ. എൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട് അന്ന് അത് നല്ല രസത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ഓഫ് ആയിപ്പോയി. അതിനുശേഷം എൻ്റെ വീട്ടുകാർ പുറത്തിറങ്ങിയാലും ഞാനോട് ക്ലോസ് ആയിട്ടുള്ള ആര് പുറത്തിറങ്ങിയാലും എന്തായി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു. കമൻറ്റിൽ അതിനെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഇടാതായപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ പലത് വന്നു തുടങ്ങി, അതിനെക്കുറിച്ചുള്ള പല പല തിയറീസ് വന്നു തുടങ്ങി. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അങ്ങനെ വന്ന് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എല്ലാവരും ചോദിച്ച് എനിക്ക് ഭ്രാന്തായപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം എന്ന് തീരുമാനിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു.
ഇന്നായിരുന്നു എൻ്റെ കല്യാണം നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാം എല്ലാ കോൺട്രവേഴ്സികളുടെയും ഒരു തുടക്കമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോനെ പറയാം. ആ വാഴത്തുപ്പിനകത്ത് നിന്നിട്ടുള്ള ആ ഒരു വീഡിയോയും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സെക്ഷൻ വീഡിയോകളുണ്ടല്ലോ ആ ഒരു ടൈമിനകത്ത് ഇട്ടത്. ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ബാക്കിയുണ്ടോ ആ വീഡിയോ? ഞാൻ ആ വീഡിയോയിൽ ഒരൊറ്റ മനുഷ്യനെ, ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ അതിനകത്ത് ഒരൊറ്റ മനുഷ്യനെ കുത്തിപ്പറയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് ഇറങ്ങിയതിന് ശേഷം ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊന്നുമല്ല ആൾക്കാർ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന്. അത് പിന്നെ ഒരു കോൺട്രവേഴ്സിയായി. പേഴ്സണൽ ലൈഫിന് ആൾക്കാർ ചെകഞ്ഞെടുത്ത് പലരും പറയുന്നത് കേട്ടിട്ട് പല ഇൻസിഡൻറ്റുകളും തന്നെത്താനെ കൂട്ടിയോജിപ്പിച്ച് ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവുന്നത് എന്ന് വേണ്ട. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെ ആൾക്കാർ പല രീതിയിൽ ആക്കി നമ്മൾക്കെതിരെ പറയാൻ തുടങ്ങി. അത് ഓടുകൂടി ഞാൻ മനസ്സിലാക്കി, ഇൻ്റർനെറ്റിൽ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ജെന്യുവിൻ കൺസേണോട് കൂടി നമ്മളുടെ അടുത്ത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ മാത്രമല്ല, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ടെന്ന്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചതാണ്, നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായി തന്നെ വെക്കുക. എല്ലാ കാര്യങ്ങളും വന്ന് വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ. അതെന്തായാലും വളരെ നല്ലൊരു റിയലൈസേഷൻ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിനകത്ത് നിൽക്കുന്ന ഒരാൾ എൻ്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂരിഭാഗം ബാക്കിയുള്ളവരെ കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യണോണ്ട് തന്നെ ഞാൻ അധികം എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇതിനകത്തേക്ക് ഇടാറില്ല. പക്ഷേ ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ ആ ഒരു ഇതൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അതാണ് പുള്ളിക്കാരൻ ഈ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഈ എവിടെയാണ് നമ്മളൊരു ബൗണ്ടറി വെക്കുക അത് നമുക്ക് വയ്ക്കാൻ ഭയങ്കര പാടാണ്. കാര്യം നമ്മൾ നമ്മുടെ ലൈഫാണ് കാണിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ പുള്ളി പല കാര്യങ്ങളും ഇനി തുടങ്ങി പ്രൈവറ്റ് ആയിട്ട് വെക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ കാർത്തിക് സൂര്യൻ ഫ്രണ്ട്സ് ആയിട്ടുള്ള വിഷയമൊന്നും പുള്ളിക്കാരൻ ഇതുവരെ അവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോനകത്താണെങ്കിലും പുള്ളി ഓപ്പൺ ആയിട്ടല്ല പറയുന്നത്. ഇനി വേണം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എന്താണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ പുള്ളി കോൺട്രവേഴ്സി ആയിട്ടുള്ള വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി മറ്റേ കൂടെ കേട്ടു. ഇപ്പോൾ ഫ്രണ്ട്സുമായി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഈ വ്ളോഗ് തുടങ്ങാൻ നേരം എനിക്ക് പ്രായം 24. അന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും ഒരു പണിയുമില്ല, ഞങ്ങൾ വെറുതെ വായി നോക്കി നടക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് 31 വയസ്സ് പൂർത്തിയായ 32 പൊക്കോണ്ടിരിക്കുന്നു. ഒരുപാട് ക്യാരക്ടർ, ഒരുപാട് പേഴ്സണാലിറ്റി, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ്, ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ചേഞ്ച് ആവും ഗൈസ്. അപ്പോൾ ഓൺ ആൻ എവർ ഗോയിങ് ജേണി ഞാൻ പല കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാൻ എടുത്ത ഡിസിഷൻസ് അത് ശരിയല്ലായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ, ഐ കുഡ് ഹാവ് ഡൺ മോർ, ഐ കുഡ് ഹാവ് ടോക്ക്ഡ് ബെറ്റർ, ഐ കുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് മോർ എന്നൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അതൊന്നും കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ ഒന്നും അല്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ല ഗൈസ്. എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഇന്ന് വരെ വിഷമിപ്പിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഗൈസ്. അന്നുമില്ല ഇന്നുമില്ല. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓവർ സ്പാൻ ഓഫ് എ ലോങ് ടൈം എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് അത് അവസാനം ആയപ്പോഴാണ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞത്. സോ ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചുള്ള വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തു. അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ വളർന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ അതുപോലെ എൻ്റേതായ റൂട്ടിൽ പോയി എൻ്റേതായ രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ എത്രത്തോളം ഇനിയുള്ള ഡ്രീംസ് എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള റൂട്ടിലൂടെ ഞാനും സഞ്ചരിക്കുന്നതായിരിക്കും. സോ ഇനി പഴയതുപോലത്തെ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് കാണില്ല.
അപ്പൊ കേട്ടല്ല, അതാണ് കാർത്തിക് സൂര്യക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിനെ പറ്റി. അപ്പൊ ഇനിയും നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ടിരുന്നിട്ട്, അതായത് എന്താണ് ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നം, എന്തിനാണ് പോഡ്കാസ്റ്റ് നിർത്തിയത്, അതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം പുള്ളി തന്നെ പറഞ്ഞ് ഇപ്പൊ പുള്ളി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാർത്തിക് സൂര്യയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് അവർക്ക് എന്തോ വിഷമം ഉണ്ടാക്കുന്ന എന്തോ കാര്യം പുള്ളിയുടെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പുള്ളിക്ക് റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും അങ്ങനത്തെ പല രീതിക്കുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലുണ്ട് എന്നാണ് പുള്ളി ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയങ്ങൾ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും നമ്മൾ അധികം ഇപ്പം ഈ മെയിനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് കുറഞ്ഞു പോയി. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആവാണ്ട് നടക്കാൻ തന്നെ. അപ്പൊ ഈ ഒരു വിഷയം തന്നെയാണ് ഇവിടെ കാർത്തിക് സൂര്യൻ പറയുന്നത്. അപ്പൊ ഇനി ഇവരായിട്ടൊരു വീഡിയോ ഉണ്ടാവില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ആ ഒരു വിഷയത്തിനകത്ത് പറഞ്ഞു നിർത്തുന്നത്. പിന്നെ പോഡ്കാസ്റ്റ് ഒക്കെ മിസ് ചെയ്ത് ഞാൻ പോഡ്കാസ്റ്റിന്റെ ഭയങ്കര രീതിക്കുള്ള ഫാനാണെന്നാണ്. പോഡ്കാസ്റ്റ് മിസ് ചെയ്തതിലാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടകാര്യം. അതൊരു ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ കേട്ട് പിന്നെ 1-2 മണിക്കൂറൊക്കെ കേട്ട് നല്ല രസമായിരുന്നു. പോഡ്കാസ്റ്റിന്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പൊ എനിക്ക് ഈ ഒരു കാർത്തിക് സൂര്യയുടെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, പുള്ളി ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുള്ളിയുടെ ലൈഫിനകത്ത് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പുള്ളിയുടെ ഇപ്പോഴത്തെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി പാസ്റ്റിനകത്തുള്ള ഇതും ഇപ്പോൾ ഉള്ള വിഷയം, ഈ കോൺട്രവേഴ്സി ഒക്കെ കൂടെ ഇനിയും വെറുതെ പുള്ളിക്ക് പ്രഷർ കൊടുക്കാണ്ടിരിക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും പുള്ളിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. അപ്പൊ ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തണം. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.